ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അത് പ്രായഭേദമന്യേ അടിമപ്പെടുന്ന ആരോടെ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എല്ലാവർക്കും പറയാൻ സാധിക്കും മദ്യത്തിനോടെ എന്നുള്ള കാര്യം. അതിന് പ്രായഭേദമന്യേ ഒന്നുമില്ല. അത് ചെറുപ്രായത്തിൽ കഴിച്ചു തുടങ്ങും. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും ഓരോ ദിവസവും ഇത് കഴിക്കുന്നതിൻ്റെ ആസക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളക്കാരുടെ മദ്യാസക്തി എത്രത്തോളം ഉണ്ടെന്നുള്ള BBC ന്യൂസ് വരെ വന്നുള്ളതാണ്. സോ അതുമായിട്ട് ഞാൻ തർക്കിക്കേണ്ട ഒരു ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണെങ്കിലും ഇങ്ങനെ മദ്യാസക്തി കൂടുന്നുണ്ടെങ്കിലും പലരുടെയും മനസ്സിൽ ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും നിർത്തിയാൽ കൊള്ളാമെന്നുള്ള കാര്യം. എന്താണെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നവർ, അതായത് മദ്യാസക്തി എങ്ങനെയെങ്കിലും നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു ചെറിയ റെമഡി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. കണ്ടു നോക്കുക. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. എല്ലാവരുടെയും വീട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സാധനമാണ് ഇഞ്ചി. രണ്ടാമത്തേത് നാരങ്ങ. ഓക്കെ. മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഒരല്പം വ്യത്യസ്തമായ ഒരു സാധനം. ഇത് മറ്റൊന്നുമില്ല, ഇത് നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ കിട്ടും. ഇതിൻ്റെ പേര് ഇന്ദുപ്പ് എന്നാണ്. ഇത് നമ്മുടെ പല സൂപ്പർ മാർക്കറ്റുകൾ കിട്ടും. ഇനി സൂപ്പർ മാർക്കറ്റ് അല്ല എങ്കിൽ നമുക്ക് ഔഷധി കടകളുണ്ടല്ലോ പലയിടത്തും, അവിടെയുള്ള എല്ലാ കടകളിൽ ചെന്ന് നോക്കിയാലും ഈ ഇന്ദുപ്പ് സുലഭമായിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. അതിനുശേഷം ഇന്ദുപ്പ് ഇതിലേക്ക് ഇടുക. ഏകദേശം 2 സ്പൂണോളം ഇന്ദുപ്പിടുക. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ട് പിഴിഞ്ഞൊഴിക്കുക. ഒരു നാരങ്ങ മൊത്തമായിട്ടും പിഴിഞ്ഞൊഴിക്കണം. ഓക്കെ, ഇനി നാരങ്ങ ചെറുതാണെങ്കിൽ 2 നാരങ്ങ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഓക്കെ, അപ്പം ഇതായത് ഞാൻ ജ്യൂസാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ജ്യൂസ് നമുക്ക് മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ശരിക്കും ഇതുപോലെ അരിച്ചെടുക്കുക. ഞാനത് ജ്യൂസ് അടിച്ചപ്പോൾ അതിനകത്ത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചായിരുന്നു. അതിന് ശേഷമാണ് ജ്യൂസ് അടിച്ചത്. അപ്പോൾ ഇങ്ങനെ ശരിക്കും അരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ ഇട്ടിരിക്കുന്ന ഇന്ദുപ്പും അതുപോലെ തന്നെ നാരങ്ങയും ഈ ഇഞ്ചിയുടെയും ഗുണം നമുക്കുണ്ടാകുന്ന ടെംപ്റ്റേഷൻ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഗുണം ഇരിക്കുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവർക്കൊരു പ്രശ്നം, മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകും. ഇതിൻ്റെ കാരണം വെച്ചാൽ നമ്മുടെ ബ്ലഡിൻ്റെ അകത്ത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അംശം കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നത്. ആ ടെംപ്റ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സൾഫേറ്റ്, മഗ്നീഷ്യം എന്നിവയുടെ ബാക്കിയുള്ള എല്ലാ വൈറ്റമിൻസും എല്ലാ മിനറൽസും നമുക്ക് ഇതുപോലുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നതിൽ നിന്നും അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് കുടിക്കേണ്ട ഒരു രീതി എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് 4 അല്ലെങ്കിൽ 5 തവണ വരെ ഒരാഴ്ചയിൽ കഴിക്കാം. ഇത് കഴിക്കേണ്ടത് നിങ്ങൾക്ക് രാവിലെ ഫുഡ് കഴിച്ചതിന് മുമ്പാണെങ്കിലും കഴിക്കാം, ഫുഡ് കഴിച്ചതിന് ശേഷമാണെങ്കിലും കഴിക്കാം. അത് എപ്പോൾ കഴിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഞാൻ പറയട്ടെ, മദ്യപാനം നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത്. പക്ഷേ ഈ ജ്യൂസ് കുടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പിന്നെ മദ്യപിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നതിന് നമുക്ക് ആസക്തി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇത് കുടിച്ച ശേഷം മദ്യപിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് മദ്യപാനം നിർത്തണമെന്ന് പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്നതിന് മാത്രമേ ഇത് ചെയ്യാവൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇത് കഴിക്കേണ്ട രീതി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. രാവിലെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണെങ്കിലും സാരില്ല, ഫുഡ് കഴിച്ചതിന് ശേഷമാണെങ്കിലും സാരില്ല, രാവിലെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ ഒരു ജ്യൂസ്, ഈ ഡ്രിങ്ക് കഴിച്ച ശേഷം നിങ്ങൾ ഒരു കാരണവശാലും മദ്യപിക്കാൻ പാടില്ല. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ദുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കുടിച്ച ശേഷം നിങ്ങൾ മദ്യപിച്ചാൽ നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സോ ഇത് കുടിക്കുന്നവർ 100% തൻ്റെ അടുത്തോടുകൂടി ഞാൻ കുടി നിർത്തുമെന്ന് ആഗ്രഹിച്ചിട്ട് മാത്രമേ ഇത് കുടിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.